അങ്ങനെ ഇപ്പോൾ നവംബർ എത്തി. ദിവസങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരാണ്. രാത്രിയിലൊക്കെ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി. അതുപോലെ അടുത്ത മാസം ക്രിസ്മസ് ആയതിൻ്റെ ഒരു ഫീൽ. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി, എന്താ ന്യൂ ഇയർ പ്ലാനൊക്കെ, 2026 ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഒരു റിയലൈസേഷൻ വരും നമുക്കുണ്ടായ ബാഡ് ഡേയ്സ് എല്ലാം സർവൈവ് ചെയ്തതും ഓരോ ആഴ്ചകൾ നമ്മൾ തള്ളി നീക്കിയതും അങ്ങനെ നമ്മൾ ഓരോ മാസം കടന്നു പോയതല്ല. എന്നിട്ടും ഈ വർഷം ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്, സ്ട്രോങ്ങർ ആയിട്ട് തന്നെ. ലൈഫ് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ. അതെ, അങ്ങനെ ഈ വർഷം 11ാം മാസം വരെ എത്തിയിരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഈ വർഷം മനസ്സിലായി. നമുക്കുണ്ടായ ബാഡ് ഡേയ്സ് ഒന്നും നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നതല്ല. നമ്മുടെ വർത്ത്, നമ്മുടെ വാല്യൂ, ഇതൊന്നും ഒരു ഡേ കൊണ്ട് ഡിസൈഡ് ചെയ്യുന്നതല്ല. എല്ലാവരും പറയുന്ന പോലെ ഈ സമയം കടന്നു പോകും, പക്ഷെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, സ്ട്രോങ്ങർ ആയിട്ട് തന്നെ. സോ ഈ മാറുന്ന മന്ത് നീ എൻജോയ് ചെയ്യ്, ഈ സീസൺ മാറുന്ന ഫീൽ ചെയ്യ്, ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യേ. അതുപോലെ തന്നെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കേ. ആൻഡ് ഈ നവംബർ നമ്മളെ റിമൈൻഡ് ചെയ്യട്ടെ, ഞാൻ ഒട്ടും പുറകിലല്ല, ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാനിതിന് അർഹനാണെന്നും.